വി എസ് മടങ്ങി വരട്ടെ. വി എസ് ഇന്നും ഒരു ആവേശമാണ് അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വി എസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണ്. ഒരുപക്ഷെ രാജവാഴ്ചയുടെ കാലത്ത്, ദിവാൻ്റെ കാലത്ത് നേരിട്ട കൊടിയ പീഡനങ്ങൾ, അതിനുശേഷം പുന്നപ്ര വയലാറിലൊക്കെ അദ്ദേഹം നേരിട്ട കൊടിയ മർദ്ദനത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപുള്ളൊരു ചരിത്രമുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടനാട്ടിലെ വലിയ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേട്ട കഥകൾ, 1938 വലിയ കയർ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ആസ്പിൻ വാളിൽ പണിയെടുക്കുന്ന സമയത്ത്, കയർ തൊഴിലാളിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, കുട്ടനാട്ടിലേക്ക് പി കേശവപിള്ള പോക്കറ്റിൽ ഒരു 5 രൂപയും ഇട്ടുകൊടുത്തിട്ട് ഈ അന്നത്തെ ചെറുപ്പക്കാരനെ 17-18 വയസ്സ് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് നാട്ടിലോട്ട് അയക്കുകയാണ്. കുട്ടനാട്ടിൽ പോയി കർഷകരെ സംഘടിപ്പിച്ചോളൂ. അന്ന് കുട്ടനാട്ടിൽ കർഷകരെ സംഘടിപ്പിക്കാൻ പോയി തിരികെ വരുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചുകൊണ്ടാണ്. പിന്നീടാണ് KSKTU ഒക്കെ ആയിട്ട് മാറുന്നത്. എത്രയെത്ര ഇടങ്ങളിലാണ് വി എസ് അത്ഭുതമായിട്ട് നിന്നത്. വായിക്കുന്തോറും നമുക്ക് ഒരു വലിയ കടലായിട്ട് മാറുന്ന ഒരു വലിയ മഹാസമുദ്രമാണ് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഇൻസ്പിറേഷൻ ആവേണ്ടതാണ് അല്ലേ?